ഖലീൽ ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ അധ്യക്ഷൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, വന്യനായ TV ഇബ്രാഹിം സാഹിബ്, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മണ്ടിശ്ശേരി, DYFIയുടെ മുൻ സംസ്ഥാന ട്രഷററും അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറുമായിരുന്ന മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന ശ്യാം സുന്ദർ, ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മറ്റു സഹോദര സമുദായ അംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമുക്കറിയാം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലുമുള്ള അവസ്ഥ ഇതാണ്. ഏകദേശം ഒരുപാട് ദിവസങ്ങളായി നിരന്തരമായി മറ്റുള്ള പാർട്ടികൾക്കൊന്നും ഇപ്പോൾ പ്രചരണ പരിപാടികളില്ല, പൊതുയോഗങ്ങളില്ല. മുസ്ലിം ലീഗിൻ്റെ പരിപാടികൾ നിത്യേന നടക്കുകയാണ്. ഞങ്ങളൊക്കെ അതിൽ എന്നുമെന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൊതുയോഗങ്ങളിലും 40, 50, 60 ആളുകളൊക്കെയാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രസ്ഥാനത്തെ ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പാർട്ടി ഇതിന് ഇത്രമാത്രം വലിയ ജനപിന്തുണ എങ്ങനെയുണ്ടാവുന്നു എന്ന് ചർച്ച ചെയ്യുകയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മലപ്പുറത്ത് മുസ്ലിം ലീഗിന് എങ്ങനെ ഈ ബഹുജന പിന്തുണ നേടിയെടുക്കാൻ കഴിയുന്നു, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ തകർക്കുവാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് ഓരോ ദിവസവും. ഇപ്പം ഞങ്ങളുടെ മഞ്ചേരിയിലൊക്കെ നേരത്തെ ഇവിടെ നമ്മുടെ TV ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല ഓരോ പാർട്ടിയിൽ നിന്നും മഞ്ചേരിയിൽ നിന്നൊക്കെ വക്കീലന്മാർ മുസ്ലിം ലീഗ് അല്ലാത്ത ആളുകൾ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ഇവിടെ മത്സരിച്ചിരുന്ന റഹ്മത്തുള്ള സാഹിബ്, അദ്ദേഹം CPIയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ KC മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹം KC അബൂബക്കർ മൗലവിയുടെ മകനാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ഓരോ ആളുകൾ, ഇനിയും ആളുകൾ ഒരുപാട് കടന്നു വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പൊ ഞങ്ങളാരും ഞാനൊന്നും ഇപ്പൊ അധികാരത്തിന് വേണ്ടി വന്നതല്ല. ഞാൻ ഏകദേശം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ നേതാവായി പ്രവർത്തിച്ച് 10 കൊല്ലമായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച്, മാത്രമല്ല KPCCയുടെ മെമ്പറായി പ്രവർത്തിച്ച്, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ UDFന്റെ ചെയർമാനായി പ്രവർത്തിച്ചൊക്കെ അധികാരസ്ഥാനമൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ ഒരു അധികാരസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഈ പാർട്ടിക്ക് എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടിയെ ഇപ്പോ ജനമധ്യത്തിൽ താറടിച്ച് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ അംഗീകാരം ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട ഇതിന്റെ നേതാക്കന്മാരെയൊക്കെ താറടിച്ച് കാണിക്കുവാനുള്ള ശ്രമം നടത്തി. പക്ഷെ ഇപ്പോ ഇതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്കറിയാം, ബഹുമാന്യനായ ശ്യാം സുന്ദർ, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ആ കാര്യമൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും. നമുക്കറിയാം സഹോദരന്മാർ, എത്രയോ വർഗീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഹിന്ദു വർഗീയവാദികൾ പ്രവർത്തിക്കുന്നു, മുസ്ലിം തീവ്രവാദികൾ പ്രവർത്തിക്കുന്നു. അതിന്റെ നേതാക്കന്മാരൊക്കെ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ നാസർ മഅ്ദനി എന്ന 1.5 കാലുകാരൻ നീളമുള്ള കാലുള്ള, നമുക്കറിയാം 1.5 മുളം നീളം നാക്കുള്ള അബ്ദുൽ നാസർ മഅ്ദനി കുറ്റിപ്പുറത്ത് വന്നപ്പോ അദ്ദേഹത്തെ അരമണിക്കൂറാണ് പിണറായി വിജയൻ കാത്തിരുന്നത്. അദ്ദേഹത്തെ അച്യുതാനന്ദന് കൊടുക്കാത്ത ബഹുമാനമാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയത്. അവരുടെ കൂട്ടാളികളായിരുന്നു, ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെ നടക്കുകയാണ്.
എവിടെയാണ് നാസർ മദനിയുടെ ഇന്നത്തെ അവസ്ഥ? ഡിവൈഎഫ്ഐക്കാരന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയരാഘവൻ, മലപ്പുറത്തുകാരനായ വിജയരാഘവൻ, മുൻ MP, അദ്ദേഹം പറഞ്ഞു, പാണക്കാട്ടത്തങ്ങൾ വടക്കോട്ട് പോയാൽ അവിടെ വർഗീയ കലാപമുണ്ടാകും. ഒരു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഒരു വർഗീയ കലാപത്തിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തത് ഈ രാജ്യത്തെ ഡിവൈഎഫ്ഐക്കാരന് പറയാൻ കഴിയുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ പറയുന്നു മാറാട് കേസിൽ മുസ്ലിം ലീഗിന്റെ മായിൻ ഹാജി പ്രതിയാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മാറാട് കേസുണ്ടായതെന്ന് 2010-ലാണ്. എന്നാണ് FIR വന്നത്? 2010-ലാണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണ്. ഞാൻ ചോദിക്കട്ടെ, ആ കേസിലെ FIR-ലെ വകുപ്പ് എന്താ? 302 IPC-യും 120B IPC-യും ഗൂഢാലോചനയും കൊലപാതകവുമാണ്. അങ്ങനെ ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരാളെ FIR-ൽ നിങ്ങൾ പ്രതിയാക്കി ചേർത്ത് അദ്ദേഹത്തെ പ്രതിയാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാണ്ടിരിക്കുമോ? അറസ്റ്റ് ചെയ്താൽ മായിനാജിക്ക് ജാമ്യം കിട്ടുമോ? മാറാട് കൊലക്കേസിൽ ഗൂഢാലോചനയിൽ മായിനാജിക്ക് പങ്കുണ്ടായിരുന്നുവെങ്കിൽ അന്ന് FIR ഇട്ട് ഏകദേശം 1 വർഷത്തിൽ ഏറെ നിങ്ങൾ ഈ സംസ്ഥാനം ഭരിച്ചിട്ടും എന്തുകൊണ്ട് മായിനാജിയുടെ രോമത്തിന്റെ കുറ്റിക്ക് പോലും തൊടാനുള്ള ചങ്കുറ്റം കാണിച്ചില്ല CPM? വെറുതെ പറയാ, ഓരോ കാര്യങ്ങൾ വെറുതെ എങ്ങനെ പറയപ്പോ നമുക്കറിയാം കാസർഗോഡ് സംഭവം. അതിന്റെ പേരിലാണ് ഒരു ജില്ലാ ജഡ്ജി നിസാർ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം റിട്ടയർഡ് ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹം തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം മടയാളത്തിൽ മത്സരിച്ച CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. തോറ്റുപോയി അദ്ദേഹം, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ്. അങ്ങനെയാണ് അവിടെ കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് സ്വീകരണം നൽകാൻ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. CPM-ന്റെ ആളുകൾ അത് അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി വന്നു. അവിടെ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ സംഘടനമുണ്ടായി. അന്ന് ഭരിക്കുന്നത് കോടിയേരിയുടെ പോലീസാണ്. അതിന്റെ പേരിൽ ഒരുപാട് വർഗീയ അസ്വാസ്ഥ്യമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾ അവിടെ ഞങ്ങളുടെ അമ്പലം ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു ഹൈന്ദവ സഹോദരന്റെ വികാരം ദൃഢപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും അവിടെ പരാതി കൊടുത്തിട്ടുണ്ടോ? CPM-കാരനായ അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ പാവപ്പെട്ട ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന് നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന പോത്തൻ എന്ന പോത്ത് DYSP കൊടുത്ത ഒരു മൊഴിയല്ലാതെ മുസ്ലിം ലീഗിനെതിരെ ഏതെങ്കിലും ഒരു തെളിവാചരാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇപ്പോ പറയുന്നത് മുസ്ലിം ലീഗിനെ വർഗീയമാക്കി ചിത്രീകരിക്കണം. ജനമനസ്സുകളിൽ കിട്ടുന്ന ഈ അംഗീകാരം അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നമുക്കറിയാമല്ലോ സഹോദരന്മാരെ, ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർ ആരൊക്കെയാണ്? എവിടെയെങ്കിലും ഞാൻ പറയാം, പൊന്നിനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം മരിച്ചപ്പോ നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാ നേതാക്കന്മാരും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1992 ഡിസംബർ മാസം 6-ാം തീയതി ഈ രാജ്യത്തിന്റെ മതേതൃത്വത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമായ 1000 കാതം അപ്പുറം കിടക്കുന്ന ഫൈസാബാദിലെ ബാബറി പള്ളി ഇടിച്ചു പൊളിച്ച് തകർത്തപ്പോ മനസ്സിന് വേദനയുണ്ടായിട്ടും പ്രതിഷേധമുണ്ടായിട്ടും അതൊക്കെ മനസ്സിലൊതുക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ 5 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങൾ കത്തിക്കരിഞ്ഞപ്പോ ഒരു മുസൽമാനെ സംശയിക്കാതെ ഒരു ഹിന്ദുവിനെ സംശയിക്കാതെ ഒരു മുസൽമാനോ ഒരു ഊടുവഴികളിലൂടെ ഇന്ത്യ രാജ്യത്ത് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോ ശാന്തിയുടെ ദൂതനായി, സമാധാനത്തിന്റെ പ്രതീകമായി കേരളത്തിൽ മതേതരത്വത്തിന്റെ മഹത്വരമായ പൈതൃകം കാത്തു സൂക്ഷിച്ച പന്നിനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടി, ആ പാർട്ടിയെയാണ് അപ്പൊ നമ്മുടെ വിജയരാഘവൻ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നത്. നമുക്കറിയില്ലേ സഹോദരന്മാർ, അടുത്ത ദിവസം പെരിന്തൽമണ്ണയിൽ ഒരു ക്ഷേത്രത്തിന്റെ കവാടം കത്തിച്ച് നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച ചില ആളുകൾ, നമുക്കറിയാം അവിടെ ആദ്യമായി ഓടിയെത്തിയതാരാം? വന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അഭിവന്യരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും. സഹോദര സമുദായത്തിന്റെ വേദന മനസ്സിലായപ്പോ ആ വേദന കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ വികാരം അത് വ്രണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോ അവരെ സ്വാന്തനിപ്പിക്കുവാൻ മലപ്പുറത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും മുന്നേ അവിടെ ഓടിയെത്തിയത് വന്യനായ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിരുന്നു. എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയ രാഷ്ട്രീയ പാർട്ടിയാക്കി ആർക്കെങ്കിലും ചിത്രീകരിക്കാൻ കഴിഞ്ഞത്? ഇപ്പൊ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടു, ഹൈക്കോടതി പോലും പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൽപ്പിച്ച വന്യനായ പാണക്കാട് തങ്ങൾ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം ഞാൻ നടത്തിയ ഒരു കേസ് മലപ്പുറത്തെ കുടുംബ കോടതിയിൽ ഞാൻ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായി നടത്തിയ ഒരു കേസ്, ആ കേസിൽ ഞങ്ങൾ ജയിക്കുകയും
ഡിവിഷൻ ബെഞ്ചിൽ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെയും ജസ്റ്റിസ് ഹാറൂൺ റഷീദിന്റെയും കോടതി മുമ്പാകെ ആ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തപ്പോ അന്ന് ചേംബറിലേക്ക് വിളിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരും എന്റെ കക്ഷിയോട് ചോദിച്ചത്, വന്ദ്യനായ പാണക്കാട് തങ്ങളുടെ തൊട്ടടുത്ത് നിന്നല്ലേ നിങ്ങൾ വരുന്നത്, ഇത് വലിയ ഒരു കോലാഹലമാക്കി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട്ടെ തങ്ങൾക്ക് ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര് ഒരു വർഗീയവാദിയായ ഒരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോടാണ് ഇതിന് പാണക്കാട് തങ്ങള് ഞങ്ങളുടെ 2 കേസിലും കക്ഷിയല്ല, പാണക്കാട്ടെ തങ്ങളുടെ ആളുകളും കക്ഷിയല്ല, ഞാനൊന്ന് കോൺഗ്രസിന്റെ നേതാവാണ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളാണ് എന്റെ കക്ഷികൾ, മറുഭാഗത്തും മുസ്ലിം ലീഗിന്റെ ആളുകളല്ല, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പാണക്കാട്ടെ തങ്ങൾ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു ഹൈക്കോടതിയിലെ 2 പ്രധാനപ്പെട്ട ജഡ്ജിമാർ. ഞങ്ങൾ പറഞ്ഞു ഒരു വിരോധവും ഞങ്ങൾക്കില്ല. അങ്ങനെ വന്ദ്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിലാണ് ആ കേസിൽ അദ്ദേഹം മധ്യസ്ഥത സംസാരിച്ചു. ആ കേസ് മധ്യസ്ഥതയോടുകൂടി പാണക്കാട്ടെ തങ്ങളുടെ തീരുമാനം കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർ അംഗീകരിച്ചു. ഒരു കോമൺ ഉത്തരവിറങ്ങി. ആ കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. വന്ദ്യനായ പാണക്കാട് തങ്ങളുടെ പേര് ആ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു വർഗീയവാദിയായ ഒരു നേതാവായിരുന്നുവെങ്കിൽ, വർഗീയ ചൊവ്വയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നുവെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ നീതിന്യായ കോടതി, ആ കോടതിയിലെ സിംഗിൾ ബെഞ്ചല്ല ഡിവിഷൻ ബെഞ്ച് ഒരു കേസ് മധ്യസ്ഥ സംസാരിക്കാൻ വന്ദ്യനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് അയക്കുമോ? ഇത് ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും EMSന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു കേസ് മദ്യം പറയാൻ വേണ്ടി ഏതെങ്കിലും കോടതി, ഒരു മജിസ്ട്രേറ്റ് കോടതി അയച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രശ്നം സംസാരിച്ച് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് കോടതി അയച്ചിട്ടുണ്ടോ? ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗം ഇന്ത്യയിൽ എവിടെയും കാണൂല. ഇന്ത്യ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. തങ്ങളുടെ പാർട്ടിക്കാരുടെ പ്രശ്നം തീർക്കാനല്ല അങ്ങോട്ട് അയച്ചത്. കേരളത്തിലെ വലിയ നിയമനിർമ്മാണ നീതിന്യായ വ്യവസ്ഥിതിയുടെ മുന്നിൽ വന്ന ഒരു വലിയ തർക്കം, ആ തർക്കം പരിഹരിക്കാൻ കോടതി പറയുന്നു പാണക്കാട്ടെ തങ്ങളുടെ അടുത്ത് പോയിട്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്ന്. പരിഹരിച്ചൂടെ എന്ന് ടോമിൻ ജെ തച്ചങ്കരിയെ ദുബായിലേക്ക് അയച്ച് കേസെടുപ്പിച്ച് ആ ആളെ ഭീഷണിപ്പെടുത്തിയ സംഭവമൊക്കെ ഉണ്ടായി. സംഗതിയൊക്കെ ശരിയാ. ഞാൻ DYFIക്കാരനോട് ചോദിക്കട്ടെ, അത് വീട് തെറ്റിയതാണ്, യാതൊരു സംശയമില്ല. അത് വേറെ ആരോ ചാവക്കാട്ടുകാരന്റെ വീടാണ്. പക്ഷേ അതല്ല വീട്, ഇതാണ് വീട്, സഖാവിന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടൊന്ന് കാണിക്കാൻ ഈ രാജ്യത്തെ CPMന്റെ നേതാക്കന്മാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കാണിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ആ വീട്ടിൽ ഒന്ന് പോയി നിർഭയമായി സന്ദർശനം നടത്താൻ ഈ നാട്ടിലെ DYFIക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നാളെ കോഴിക്കോട്ടേക്ക് ബസ് കയറി കോഴിക്കോട്ട് നിന്നും PR കുറുപ്പിന്റെ നാടായ പാനൂരിലേക്ക് പോയി, പാനൂരിൽ നിന്നും മോന്താൽ കടവ് എന്ന കണ്ണൂരിലെ പ്രദേശത്തേക്ക് പോയി, അവിടെ നിന്നും പിണറായിയിലെ പാണ്ഡ്യാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ വീടൊന്ന് സന്ദർശിക്കാൻ ഈ രാജ്യത്തെ DYFIക്കാരനെ ഞാൻ വെല്ലുവിളിക്കുക. കയ്യിന്റെ കയ്യും കാലും അടിച്ചു മുറിക്കും അവിടെ CPMന്റെ സഖാക്കള്. ആ വീട് കാണാൻ പറ്റൂല, വലിയ വീടാണ്. അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം, ഇറ്റാലിയൻ മാർബിളാണ്, സെൻട്രലൈസ്ഡ് AC ആണ്, സുന്ദരമായ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുണ്ടുപറമ്പിലെ പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന, പാവപ്പെട്ട വിയർപ്പ് ചിന്തുന്ന, വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന സഖാവ് കോരന്റെയും സഖാവ് തീരന്റെയും സഖാവ് മുഹമ്മദിന്റെയും പ്രിയപ്പെട്ട നേതാവ്, സഖാവ് കോരുവിന്റെ 6 മക്കളിൽ ഒരുവനായി ഒരു 5 സെന്റ് സ്ഥലം മാത്രം അച്ഛന് ഉണ്ടായിരുന്ന ആ പിണറായി വിജയൻ ഒരു ദിവസം പോലും കച്ചവടം നടത്തിയിട്ടില്ല, ഒരു ദിവസം പോലും ഗൾഫിൽ പോയിട്ടില്ല, പണി മുഴുവൻ പൊതുപ്രവർത്തനമായിരുന്നു. ഭാര്യ ഒരു ടീച്ചറാണ്, പരിമിതമായ ശമ്പളം. ഒരു മകൻ പഠിക്കുന്നത് ലണ്ടനിലായിരുന്നു. അത്ര ആർഭാടത്തോടു കൂടി പഠിപ്പിച്ച് വലിയ ആളായി ഒരു ഹൗസിംഗ് ലോൺ പോലും എടുക്കാതെ, മകനൊരു വിദ്യാഭ്യാസ ലോൺ പോലും എടുക്കാതെ കോടിക്കണക്കിന് രൂപയുടെ വീട് എവിടെ നിന്നുണ്ടാക്കി എന്ന് ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ ചോദിച്ചാൽ, ഈ രാജ്യത്ത് ആണത്തുണ്ടെങ്കിൽ DYFIക്കാരന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരു DYFIക്കാരന് എവിടെ നിന്നുണ്ടാക്കിയാന്ന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആ വീടാ ഞാൻ പറഞ്ഞത്. ആ വീട്ടിലേക്കൊന്ന് പോകാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അവിടെ പട്ടാളക്കാരുണ്ടാകും, പോലീസ് ഉണ്ടാകും, അതുപോലെ തന്നെ റെഡ് വളണ്ടിയർമാരുണ്ടാകും. അങ്ങനെ വടകരന്ന് 3 സഖാക്കൾ പോയി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നേരെ മറിച്ച് ഇവിടുത്തെ ഏതെങ്കിലും DYFIക്കാരൻ, പാണക്കാട് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെയാണല്ലോ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ വന്ദ്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ കടന്നു വന്നു. അതുപോലെ ഒരുപാട് വന്ദ്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടം അറിയാം. വന്ദ്യനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ജീവിതം നമുക്കറിയാം.
അവിടേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ ലീഗാണോ, കോൺഗ്രസ് ആണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ ആരെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാണക്കാട്ട് തങ്ങളുടെ കടപ്പറയിലേക്ക് പോയാൽ ആരെങ്കിലും ഒരാൾ തടുക്കുമോ നിങ്ങളെ? ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി സംവിധാനം പാണക്കാട്ട് തറവാട്ടിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സകലമാന ജനങ്ങളെയും സ്വീകരിക്കുവാൻ മനസ്സുള്ള, കെൽപ്പുള്ള, ആദരവ് നേടിയ ഒരു രാഷ്ട്രീയ കുടുംബം കേരള ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടോ സഹോദരന്മാരെ? ഉണ്ടോ? നിങ്ങളോട് ചോദിക്കാൻ ഞങ്ങള്. ആ കുടുംബത്തെ കുറിച്ചാണ് നിങ്ങൾ പിന്നെ ഈ രൂപത്തിലുള്ള അപവാദ പ്രചരണങ്ങളുമായി കടന്നു വരുന്നത്. ഇന്ത്യയിലെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം. MP-മാരാകാം, MLA-മാരാകാൻ, അതുപോലെ പ്രധാനമന്ത്രിയാകാൻ, ബാക്കിയുള്ള സ്ഥാനത്തിന് വേണ്ടി പഞ്ചായത്ത് മെമ്പറാകാൻ ഒക്കെ കടിപിടി കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും അത് കാൽക്കൽ വന്നാൽ തട്ടിയകറ്റുന്ന, അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് എത്തി നോക്കിയിട്ടില്ലാത്ത വന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ CH-ന് ബദലായി പാർട്ടി പ്രസിഡന്റായ ഞാനാകണം മുഖ്യമന്ത്രി എന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ കാൽക്കൽ പൊൻതളികയിൽ മുസ്ലിം ലീഗ് അത് കൊണ്ടുകൊടുക്കാൻ തയ്യാറാകുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണ്ടേ? വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനത്ത് അഹമ്മദ് സാഹിബല്ല, ഞാനാണ് ഇരിക്കാൻ അർഹൻ എന്ന് പാണക്കാട്ടെ കുടുംബത്തിലെ ഒരു തങ്ങൾ ആവശ്യപ്പെട്ടാൽ, ആഗ്രഹിച്ചാൽ അത് കൊടുക്കുവാൻ മുസ്ലിം ലീഗും മലബാറിലെ ജനങ്ങളും തയ്യാറാകുമായിരുന്നു. പക്ഷേ ആ അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് പോകാതെ, ഒരു ചെറിയ പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിക്കാതെ, ഒരു സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ആ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ജീവിതം മുടിഞ്ഞു വെച്ച ഒരു കുടുംബത്തെ കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർക്കെങ്കിലും പാണക്കാട്ടെ കുടുംബമല്ലാതെ കാണിച്ചു തരാൻ സാധ്യമാണോ സഹോദരന്മാരെ? ഇതൊക്കെ നമ്മൾ തമാശ പറയില്ല. ഇതൊക്കെ തന്നെയാണ് ലീഗിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ രഹസ്യം. നമുക്കറിയാമല്ലോ, ഞാൻ ചരിത്രത്തിലേക്കോ മറ്റുള്ള കാര്യത്തിലേക്കോ ഒന്നും കടന്നു പോകുന്നില്ല. വന്നിരായ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഐശ്വര്യത്തിന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമം പത്രത്തിൽ ഒരു ലേഖനം വായിച്ചു. മാധ്യമം പത്രം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്, മുസ്ലിം ലീഗിനെ എതിർക്കുന്ന പത്രമാണ്. ആ പത്രത്തിൽ ഞാൻ വായിച്ച ലേഖനം നമ്മുടെ D. ബാബു പോളിന്റെ ലേഖനമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം ഞാൻ ആ പത്രം എടുത്തു വച്ചിട്ടുണ്ട്. മാധ്യമാണല്ലോ ഇപ്പം മലബാർ നിവർധന പ്രക്ഷോഭം. മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. അതൊക്കെ നൗഷാദ് ഇവിടെ വിശദീകരിക്കും ആ കാര്യം. ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന പാർട്ടിയാണ്. പക്ഷേ ബാബു പോൾ പറഞ്ഞു, ഞാൻ പണ്ട് മലബാറിൽ ജോലി ചെയ്തിരുന്നു. അന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും രാമനാട്ടുകരയിലേക്ക് പോകാൻ ഇടുങ്ങിയ റോഡുകളായിരുന്നു. തിരൂർ കുണ്ടും കുടിയും നിറഞ്ഞ റോഡുകളായിരുന്നു. അന്ന് മലബാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. വെള്ളക്കാച്ചി തുണിയും പെങ്കുപ്പായവും ഒരു തട്ടവും അരഞ്ഞാളവും കെട്ടിയ നാണം കുടുങ്ങികളായ മാപ്പിള പെൺകൊടികൾ ഞങ്ങളെ കാണുമ്പോൾ ഓടി മറയുമായിരുന്നു. പക്ഷേ ഞാൻ അടുത്ത ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ മമ്പാട് MBS കോളേജിൽ പോയി. ആ കോളേജിൽ പോയപ്പോ അവിടെയുള്ള അന്ന് വെള്ളക്കാച്ചി തുണിയും പെൺകുപ്പായവും ഒരു തട്ടവും ഒരു അരഞ്ഞാളും ധരിച്ച് നാണം കുണികളായി വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചിരുന്ന ആ മാപ്പിള പെൺകുട്ടികൾ, അവര് ഏറ്റവും വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളെ വരെ കുഴക്കുന്ന ചോദ്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, സാമൂഹിക രംഗത്തുള്ള വിപ്ലവകരമായ കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. മാത്രമല്ല, അന്ന് കുണ്ടും കുടിയും നിറഞ്ഞ മലബാറിന്റെ, മലപ്പുറത്തിന്റെ ഓരോ വീതികളും ഇന്ന് രാജവീതികളാണ്. കണ്ണാടി ചില്ല് പോലെ ഒഴുകി ഒഴുകി നടക്കാൻ കഴിയുന്ന മനോഹരമായ റോഡുകളാണ്. അന്ന് അപൂർവമായി കണ്ടിരുന്ന വിദ്യാഭ്യാസ മേഖല ഇന്ന് വളരെ സമ്പൽ സമൃദ്ധമാണ്. ഇത് പറയുന്നത് അതിന്റെ കാരണക്കാരൻ ബുദ്ധിമാനായ ദീർഘദൃഷ്ടിയുള്ള CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രവർത്തനങ്ങളാണ്. ആരാ പറഞ്ഞത്? മാധ്യമത്തിലാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഡോക്ടർ ബാബു പോൾ. ഇതൊക്കെ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി കാണാൻ കഴിയല്ലേ? മലബാർ കലാപത്തെക്കുറിച്ചും സമൂഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിന്റെ കൈകളിലേക്ക് കിട്ടിയ മുസ്ലിം സമുദായത്തെ, മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരെ, അതുപോലെ ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ രൂപത്തിലേക്ക് എങ്ങനെ എത്തിച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, നമുക്കറിയാമല്ലോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം. നമുക്കറിയാം ഈ രാജ്യത്തുണ്ടായ ഓരോ ചലനങ്ങളിലും മുസ്ലിം ലീഗിന്റെ സ്പന്ദനമുണ്ട്, സ്പർശനമുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1947
ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 948 മാർച്ച് മാസം 10-ാം തീയതി ഖായിദെ മില്ലത്തിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് മുസ്ലിം ലീഗ് ഉണ്ടായതിനു ശേഷം ഇവിടെയുണ്ടായ പുരോഗതി ഓരോ രംഗത്തും. അന്ന് നമ്മുടെ ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഉണ്ടായി. എന്താണ് മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചോദിക്കുന്നത്. അതിന് മറുപടിയാണ് അവരുടെ പത്രം പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി 2 വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ആ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടായപ്പോൾ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഉണ്ടായി. മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം ഇല്ല. മുസ്ലിം ലീഗിന് ആ നിർമ്മാണ സഭയിൽ സ്വാധീനമില്ല. എന്നാൽ ഉള്ള സ്വാധീനം വെച്ചുകൊണ്ട് ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിന് വളരെ അപൂർവം ഭരണഘടനയിൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അധികാരമുള്ള അതുപോലെ തന്നെ അവകാശമുള്ള ഭരണഘടനയുള്ളൂ. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശം, അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായി സംഘടിക്കുവാനുള്ള അവകാശം. അതുണ്ടായതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സംഘടിക്കുന്നത്. അതുണ്ടായതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുന്നത്. ആ അവകാശമുള്ള ഒരു ഭരണഘടന രാജ്യത്തിന് സംഭാവന ചെയ്യാൻ ഗാന്ധിജിയുടെ കൂടെ, നെഹ്റുവിന്റെ കൂടെ, മൗലാന അബുൽ കലാം ആസാദിന്റെ കൂടെ, ബാബാ സാഹേബ് അംബേദ്കറുടെ കൂടെ, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇരുന്നപ്പോൾ ആ ഒരു ഭരണഘടന ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സാധിച്ചു. നമുക്കറിയാമല്ലോ, ഇവിടെ രണ്ടാമത് 982 ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയാണ് മുസ്ലിം ലീഗ് ആദ്യമായി അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് മലബാറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി 5 മുസ്ലിം ലീഗ് പ്രതിനിധികൾ ഉണ്ടായി. പോക്കർ സാഹിബ്, ഉപ്പി സാഹിബ് അടക്കമുള്ള 5 ആളുകൾ മദ്രാസിലേക്ക് പോയി. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ ആർക്കും ഭൂരിപക്ഷമില്ല. കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല, കമ്മ്യൂണിസ്റ്റുകാരന് ഭൂരിപക്ഷമില്ല. ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ പിന്തുണ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന് വേണമെങ്കിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാമായിരുന്നു. പോക്കർ സാഹിബിന് മന്ത്രിസഭയിൽ മന്ത്രിയാകാമായിരുന്നു. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട 3 കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം മാപ്പിള ഔട്ട്റേജ് ആക്ട്. നമുക്കറിയാം എന്തിനാ മാപ്പിള ഔട്ട്റേജ് ആക്ട് ഉണ്ടാക്കിയത്. ഇന്ന് മണിപ്പൂരിൽ എന്താണ് ആ പെണ്ണിന്റെ പേര്, പാവപ്പെട്ട ഒരു പെണ്ണ്, അവര് 11 കൊല്ലമായിട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തുകയാണ്. പൗരന്മാരെ വെടിവെച്ച് കൊല്ലാൻ ഗവൺമെന്റിൽ നിക്ഷിപ്തമായ ഒരു നിയമം. ആ നിയമം പോലെ 921 ബ്രിട്ടീഷുകാർക്കെതിരെ, വൈദേശിക ശക്തികൾക്കെതിരെ പോരടിച്ച മലബാറിലെ മാപ്പിളമാരെ കൊന്നൊടുക്കുവാൻ നമുക്കറിയാം. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 30,000-ഓളം പാവപ്പെട്ട സഹോദരന്മാരെ അവരുടെ വിരിമാറിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്തു അവരെ കൊന്നൊടുക്കിയ അവരെ വീണ്ടും കൊന്നൊടുക്കുവാൻ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന മാപ്പിള ഔട്ട്റേജ് ആക്ട്. ഒരു മാപ്പിളയെ വെടിവെച്ചു കൊന്നാൽ അതിന് വിസ്താരമില്ല, അതിന് വിചാരണയില്ല, അതിന് ന്യായീകരണമുണ്ട്. ബ്രിട്ടീഷുകാരൻ എന്ത് തോന്നിവാസവും ചെയ്യാം. ആ ഒരു നിയമം രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ 47-ന് ശേഷവും ആ നിയമം ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങൾ പിന്തുണക്കണമെങ്കിൽ മാപ്പിള ഔട്ട്റേജ് ആക്ട് പിൻവലിക്കണം. അത് ഈ നാട്ടിന് പാടില്ല. മാപ്പിളയെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു നിയമം ഈ നാട്ടിന് വേണ്ട. നമ്മുടെ രാജ്യത്തുള്ള പോലീസ് ക്യാമ്പുകൾ മുഴുവൻ ഉണ്ടാക്കി പാണ്ടിക്കാട് ഒന്നുണ്ട്, അരീക്കോട് ഒന്നുണ്ട്, മലപ്പുറത്ത് ഒരു MSP ക്യാമ്പുണ്ട്, മേൻമുറിയിൽ വേറെ ഒരു ക്യാമ്പുണ്ട്, കോടിച്ചിറയിൽ വേറെ ഒരു ക്യാമ്പുണ്ട്. ഇത് എറണാകുളത്ത് പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല, ഇത് തൃശ്ശൂരിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ മലബാറിൽ പിറന്നു വീണ ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ച മാപ്പിളയെ വെടിവെച്ചു കൊല്ലാൻ ബ്രിട്ടീഷുകാരനൊന്നുണ്ടാക്കിയ ക്യാമ്പുകളാണിത്. അവർക്ക് പ്രചോദനം നൽകിയിരുന്ന ഒരു നിയമമായിരുന്നു മാപ്പിള ഔട്ട്റേജ് ആക്ട്. ആ ആക്ട് പിൻവലിക്കാൻ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ കാര്യം ഫാറൂഖ് കോളേജിന്റെ കാര്യമാണ്. നമുക്കറിയാം, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതുപോലെ ഇന്ത്യയിൽ ഒക്കെ വലിയ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ ചരിത്ര പശ്ചാത്തലമൊക്കെ വിശദീകരിക്കണം ഈ കാര്യം പറയാൻ, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്കറിയാമല്ലോ, 1887 അന്ന് 1-ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായപ്പോ ഏറ്റവും വലിയ നഷ്ടമെന്ന് സഹിച്ചത് മുസ്ലിങ്ങളാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന വിദ്വേഷം അതാണ്. നമുക്കറിയാം, നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോ, വാസ്കോ ഡി ഗാമ വന്നപ്പോ അദ്ദേഹം ആദ്യമായി വന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞ് നമുക്ക് നൽകിയ സ്വീകരണം 100-300 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പായക്കപ്പൽ അറബിക്കടലിൽ വെച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയ ആളുകൾ ചുട്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം മലയാളിക്ക് ഒരു സ്വീകരണം നൽകിയത്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം.
ഒരുപാട് അനുഭവങ്ങൾ. വിദ്യാഭ്യാസപരമായി മുസ്ലിം സമൂഹത്തെ തകർക്കുവാൻ, വിദ്യാഭ്യാസപരമായി അവരെ തകർക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരൻ സ്വീകരിച്ച പോംവഴി. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ രൂപത്തിലായത്. മുഗളന്മാരുടെ കാലത്ത് ലോകത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുണ്ടായിരുന്ന ഒരു സമൂഹം നമുക്കറിയാം. പൊന്നാണിയിലെ മഖ്ദൂമിന്റെ കാലത്ത്, വലിയങ്കോട്ട് ഉമർ ഖാദിയുടെ കാലത്ത്, അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ലോകത്തിലെ എല്ലാ രാജ്യവുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ 200 കൊല്ലം കൊണ്ട് ഒന്നും അല്ലാതാക്കി. വിദ്യാഭ്യാസപരമായി തകർത്തത്. അവസാനം സമൂഹം പറയേണ്ടി വന്നു, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, പഠിക്കാൻ പോവാൻ പാടില്ല എന്ന്. അതുകൊണ്ട് പിന്നീട് മുസ്ലിം ലീഗ് മനസ്സിലാക്കി, ഈ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു കാര്യം വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ്. അതിനുവേണ്ടി മുസ്ലിം ലീഗ് രൂപം നൽകിയ മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ വാഹനം, ഒരു കാറ് വിറ്റുകൊണ്ട് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഫറൂഖിലെ ഫാറൂഖ് കോളേജ്, അതിന് ഗവൺമെന്റിന്റെ അഫിലിയേഷൻ വേണം, അംഗീകാരം വേണം. രണ്ടാമത്തെ ആവശ്യമതായിരുന്നു. മൂന്നാമത്, നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് തുടക്കം കുറിക്കാൻ അങ്ങ് തെക്കിൽ നിന്നും ഇങ്ങോട്ട് റോഡ് മാർഗം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിന് തുടക്കം കുറിക്കാൻ, വലിയ പുരോഗതി ഉണ്ടാക്കാൻ കുറ്റിപ്പുറത്ത് ഒരു പാലം ഉണ്ടാക്കണം. 3 ആവശ്യ ലീഗ് ആവശ്യപ്പെട്ടത്. പിൽക്കാലത്ത് വലിയ വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കിയ 3 ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മദ്രാസിലെ രാജാജി മന്ത്രിസഭയ്ക്ക് മുസ്ലിം ലീഗ് പിന്തുണ നൽകിയത്. അതിനുശേഷം പിന്നെ അധികാരത്തിൽ വരുന്നത് 1967. അതിനുശേഷം ഉണ്ടായ പുരോഗതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മലപ്പുറം ജില്ലയുണ്ടായപ്പോ മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിച്ചപ്പോ പലരും പറഞ്ഞു, ഇതൊരു കുട്ടി പാകിസ്ഥാനാകും, ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല, ഇത് ഒരു മത തീവ്രവാദികളുടെ കേന്ദ്രമാകും, ഇവിടെ വലിയ രക്തപ്പുഴകളൊഴുകും. ആ ജില്ലയുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പിന്നോട്ട് നോക്കുക, കേരളത്തിലെ 14 ജില്ലകൾ എടുത്താൽ ആ 14 ജില്ലകളിൽ ഏറ്റവും ശാന്തമായി സമാധാനത്തോടുകൂടി ആർക്കും ഒരു പേടിയും ഭയപ്പാടുമില്ലാതെ അന്തിയുറങ്ങുവാൻ കഴിയുന്ന ഒരു ജില്ല അത് മലപ്പുറമാണ്, അല്ലേ? ഈ പുരോഗതി മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയില്ലേ? ഏതൊക്കെ രൂപത്തിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു, CH. അതിന്റെ എത്രയോ വർഷങ്ങൾക്കപ്പുറം തിരുവിതാംകൂറിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ നമ്മളൊരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. പതുക്കെ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് കടന്നു വരുന്നൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ഞാൻ മുസ്ലിം ലീഗിനെ എതിർത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും യൂത്തായിരിക്കുമ്പോഴും ഒക്കെ ലീഗിനെ എതിർത്തുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോഴാണ് എന്റെ വിദ്യാഭ്യാസപരമായ അടിത്തറ മുഴുവൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിലൂടെയാണ് എനിക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചത്. എനിക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ലീഗ് വിരോധം അന്ധമായിട്ടുള്ള എല്ലാവരും, അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഉള്ള അവസരം അങ്ങനെ ഉണ്ടായത്. ഞാൻ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കലാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന കൊട്ടിക്കരയിലെ പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ചാണ് ഞാൻ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ തുടങ്ങുന്നത് ഏറനാട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്ന CH മുഹമ്മദ് കോയ സാഹിബ് തുടങ്ങിയ ഔക്കാദർ കുട്ടി നഹാ സാഹിബ് എന്ന പ്രസിഡന്റായിരുന്ന അവരുടെ കോളേജിൽ വെച്ചാണ്. എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത് വന്യനായ പോക്കർ സാഹിബിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന PSMO കോളേജിലാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കലാലയങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കിവിടെ എത്താൻ പറ്റുമോ? വിദ്യാഭ്യാസപരമായിട്ട് ആർക്കെങ്കിലും സാധിക്കും? ഏത് ലീഗ് വിരോധികൾ എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയാലും, AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത തുടങ്ങിയാലും, നദ്വത്തുൽ മുജാഹിദീന്റെ 2 വിഭാഗങ്ങൾ തുടങ്ങിയാലും, MES തുടങ്ങിയാലും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായപ്പോഴാണ്. പെരിന്തൽമണ്ണയിൽ മെഡിക്കൽ കോളേജ് MES-ന് തുടങ്ങാൻ പറ്റിയത്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായപ്പോഴാണ് വളാഞ്ചേരിയിൽ ടെക്നിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് MES-ന് തുടങ്ങാൻ സാധിച്ചത്. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ MES കോളേജ്, അതാണ് മമ്പാട് MES-ന് ഞങ്ങൾ വിട്ടുകൊടുത്തത്. ഒന്നിനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ 42 സ്കൂളുകൾക്ക് അംഗീകാരം ചോദിച്ച് 5 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മതേതരത്വ ഒലക്കന്റെ മൂട്ടിലെ മുന്നണിയുടെ പിന്നാലെ നടന്നിട്ട് കിട്ടിയോ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയോ? 5 കൊല്ലം ഈ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ അവർക്ക് സാധിച്ചോ? അതിന് പുരോഗതിക്ക്, വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് ഈ മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ മുസ്ലിം ലീഗിന് പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണത്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ അവസ്ഥയിൽ നമ്മൾ പിന്നോക്ക ജില്ലക്കാരായിരുന്നു, നമ്മൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് തന്നെ 1982-ലാണ് 362 മാർക്കാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ക്ലാസ്സിന് 2 മാർക്ക് കൂടുതൽ. എനിക്ക് SSF-ന്റെ വക സ്വീകരണം ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ബാക്കിയുള്ള സംഘടനകൾ വക മാലിട്ട് തന്നിരുന്നു. കാരണം 362 എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ മാർക്ക. ഇന്ന് മലപ്പുറത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് 362 ഒരു മാർക്കായിട്ട് തോന്നുന്നുണ്ടോ? 90% കീഴെ പോയാൽ അവൻ അംഗീകരിക്കാൻ ആരെങ്കിലും തയ്യാറാവോ? എനിക്ക് ഫാറൂഖ് കോളേജിലും PSMO കോളേജിലും ബാക്കിയുള്ള എല്ലാ കോളേജിലും അംഗീകാരം, പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം അന്ന് എവിടെയും കിട്ടും ഒരു ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിസ്റ്റിങ്ഷന്റെ മാതിരിയാ. ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്കറിയാം SSLCക്ക് ഒരു റാങ്ക് തൃശ്ശൂരിൽ നിന്നും വടക്കോട്ട് അന്നത്തെ കാലത്ത് വരില്ല, വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. റാങ്ക് കിട്ടിയവന്റെ അമ്മായിന്റെ മരുവന്റെ കുട്ടിന്റെ മരുവളെ കാണാൻ നമുക്കാർക്കും ഭാഗ്യം ഉണ്ടായിട്ടില്ല. എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുമ്പോ ആ എൻട്രൻസ് എക്സാമിനേഷന് റാങ്ക് കിട്ടിയത് തിരുവനന്തപുരത്തെ കുട്ടിക്ക്, എറണാകുളത്തെ കുട്ടിക്ക്, കൊല്ലത്തെ കുട്ടിക്ക് എന്ന് നമ്മൾ കേൾക്കുകയല്ലാതെ മലബാറിന്റെ മണ്ണിലേക്ക് ആ ഒരു റാങ്ക് കടന്നു വന്നിട്ടില്ല. കടന്നു വന്നിട്ടുണ്ടോ? ഇവിടെ അപൂർവം ചില കോളേജുകളുണ്ട്. ഏതെങ്കിലും നമ്മുടെ ആളുകൾ സൗദി അറേബ്യ പോയ അന്ന് മലപ്പുറത്തെ ആളുകൾ എവിടെ ജോലിയെടുക്കുക? റോഡ് അടിച്ചു വരുന്ന പടിയായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ അറബിന്റെ വീട്ടിൽ പിന്നെ ചോറ് വെക്കണ പടിയായിരിക്കും. വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ മറ്റുള്ള ജില്ലക്കാർ, മറ്റുള്ള പ്രദേശത്തുകാർ. ഇന്ന് നിങ്ങൾ നോക്കൂ, UAE രാജാവിന്റെ ഉപദേശകനായിരുന്നു മരിച്ചുപോയി വളാഞ്ചേരിയിലെ ഒരാള്. ലണ്ടനിൽ പോയാലും ബാക്കി ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയുടെ ആങ്ങളയുടെ ഒരു അഡ്മിഷന് വേണ്ടി ഡൽഹിയിലെ നോയിഡ യൂണിവേഴ്സിറ്റിയിൽ പോയി. എയർ സ്പേസ് എഞ്ചിനീയറിംഗിന് ഞാൻ ഒരു അനുഭവം പറയാം നിങ്ങളോട്. എഞ്ചിനീയറിംഗിന് പകുതിയിൽ പരം കുട്ടികൾ മലപ്പുറത്തെ കുട്ടികൾ, പകുതിയിൽ പരം. കലാമൊക്കെ പഠിച്ച ബഹിരാകാശ ശാസ്ത്രം അത് പഠിക്കാൻ മലപ്പുറത്തെ കൊണ്ടോട്ടിയിലെ, താനൂരിലെ, വളാഞ്ചേരിയിലെ കുട്ടികൾ. എൻട്രൻസ് ട്രെയിനിങ് കോച്ചിൽ ഏറ്റവും വലിയ സ്ഥാപനമായി ഇപ്പൊ പ്രവർത്തിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലെ PC തോമസിന്റെ സ്ഥാപനം. അവിടെ പോയി നോക്കൂ നിങ്ങൾ. ഏറ്റവും കൂടുതൽ കുട്ടികൾ മലപ്പുറത്തെ കുട്ടികൾ. അതുപോലെ തന്നെ ചാലക്കുടിയിൽ പോയി നോക്കൂ, മലപ്പുറത്തെ കുട്ടികൾ. പാലായിലുള്ള എൻട്രൻസ് ട്രെയിനിങ് സെന്ററിൽ പോയി നോക്കൂ, മലപ്പുറത്തെ കുട്ടികൾ. എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഉന്നത മേഖലയിലാണെങ്കിലും ഇന്ന് ജോലി ചെയ്യാൻ മലപ്പുറത്തെ ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. യുവജനോത്സവം വന്നപ്പോ നമ്മൾ 10ാം സ്ഥാനത്ത്, 12ാം സ്ഥാനത്ത്, അധികവും 14ാം സ്ഥാനത്ത്. ഈ പ്രാവശ്യം 2, 3, 2, 3 ആ രൂപത്തിലായിരുന്നല്ലോ. ഇവിടെ അറബി പദ്യത്തിനോ അല്ലെങ്കിൽ മാപ്പിള പാട്ടിനോ അല്ല, ഹൈന്ദവ സഹോദരന്മാരുടെ ആത്മീയ ഭാഷയായ സംസ്കൃതോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് മലപ്പുറത്തെ കുട്ടിക്ക്. മനസ്സിലാക്കണം നിങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോ ആ എൻട്രൻസ് എക്സാമിനേഷനിൽ 1ാമത്തെ റാങ്ക് പാണക്കാട് ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റത്തൂരിലെ ഇർഫാൻ എന്ന മലപ്പുറത്തുകാരന്. അതിനു മുമ്പ് SSLC എക്സാമിനേഷൻ കഴിഞ്ഞപ്പോ 1ാം റാങ്ക് വളാഞ്ചേരിയിലെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക്. ഇന്ന് നമ്മൾ ആരെക്കാളും പിന്നിലല്ല. എല്ലാ ജോലിയിലും നമ്മുടെ ആളുകളുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും മലപ്പുറത്തിന്റെ പ്രാതിനിധ്യമുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ആ ഉന്നത സ്ഥാനങ്ങളിലും മലപ്പുറത്തെ, മലബാറിലെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്. കലാരംഗത്തും കായിക രംഗത്തും. ഇപ്പൊ ഇന്നലെ നമ്മൾ പിന്നെ ഫുട്ബോളിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം, അതും വാങ്ങി നമ്മൾ ഒന്നിനും പിന്നിലല്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയതാര്? മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ സഹോദരന്മാരെ. എത്രയോ അനുഭവങ്ങൾ, 1ഉം 2ഉമല്ല. എന്തുകൊണ്ടാണ് ഈ ഒരവസ്ഥയിലേക്ക് ആന്ധ്രയിലെ മുസ്ലിമീങ്ങൾക്ക് എത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കാശ്മീർ? നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ആളുകളാണ്. ഭൂരിപക്ഷമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ്. കാശ്മീർ സിംഹമായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകനായ ഫാറൂഖ് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ഉമർ അബ്ദുള്ള, കോൺഗ്രസിന്റെ നേതാവായ ഗുലാം നബി ആസാദ്, അതുപോലെ തന്നെ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഒക്കെ മുസ്ലിം മന്ത്രിമാരല്ലേ? ഇന്നും ആ കാശ്മീരിന്റെ മണ്ണിൽ സമാധാനത്തോടുകൂടി ഒരു ദിവസം കടന്നുറങ്ങാൻ കാശ്മീരിലെ മുസൽമാന് സാധ്യമാണോ? യാസീൻ മാലിക്കിനെ പോലെ താടി വെച്ച തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്ന ചെറുപ്പക്കാർ സുന്ദരികളായ കാശ്മീരി പെൺകുട്ടികളുടെ മാനം സംരക്ഷിക്കുമെന്ന് ധൈര്യത്തോട് പറയാൻ ഇന്നും കാശ്മീരി യുവാവിന് സാധ്യമാണോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കായികമില്ലത്ത് ആഹ്വാനം ചെയ്തതുപോലെ 948 മാർച്ച് മാസം 10ാം തീയതി ഉദയം ചെയ്ത മുസ്ലിം ലീഗിന്റെ പക്വമായ രാഷ്ട്രീയ ചിന്താഗതിയിലേക്ക് കടന്നുപോകാൻ അവർക്ക് സാധിച്ചില്ല. അതാണ് മലപ്പുറത്തെ, മലബാറിലെ, കേരളത്തിലെ മുസ്ലിമും കാശ്മീരിലെ മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. ബംഗാൾ നമുക്കറിയാം, മലപ്പുറത്തിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് മുർഷിദാബാദ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബീഹാറിലെ കിഷൻഗഞ്ച് ഉണ്ട്,
യു പിയിൽ ഇപ്പോൾ നമുക്കറിയാം, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വോട്ട് ബാങ്കുകളായി പല ആളുകളും ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലാതെ ഇന്നും വിറക് വെട്ടികളും വെള്ളം കോരികളുമാണ്. പുരോഗതിയിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുകയാണ്. മുർഷിദാബാദിലെ പാവപ്പെട്ട മുസ്ലിമിനെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ തെണ്ടിത്തിരിയുന്ന മുസ്ലിമിനെ മലപ്പുറത്തെ പാലസ് ഹോട്ടലിൽ നിങ്ങൾക്ക് കാണാം, പ്രശാന്ത് ഹോട്ടലിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ പണ്ട് അണ്ണാച്ചികളായിരുന്നു നമ്മുടെ നാട്ടില് കരിങ്കല്ലിന്റെ പടിയെടുക്കാൻ വന്നിരുന്നത്. 40 കൊല്ലം തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി, തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ വേണ്ടി, പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ 40 കൊല്ലം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരന്റെ ബാക്കി പത്രമായി അർദ്ധ പട്ടിണിക്കാരനായി ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ, ഒരു ചാൻ വയറിന്റെ വിശപ്പ് മാറ്റാൻ 1000 കാതം അപ്പുറം കിടക്കുന്ന കൽക്കട്ടയിൽ നിന്നും മുർഷിദാബാദിൽ നിന്നും മലപ്പുറത്തേക്ക് വരുന്നു മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും. മനസ്സിലാക്കണ്ടേ നമ്മൾ? അവിടെ ഗൾഫില്ലാഞ്ഞിട്ടാണോ? ഗൾഫിലില്ലേ ആളുകൾ, ബംഗാളികള്, യു പിക്കാരില്ലേ ഗൾഫില്? അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിശദമായി പറയാറുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്താ അതിന്റെ തകരാറ്? ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഇത് RSSന്റെ മാതിരി ഒരു പാർട്ടിയാണ്, അടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്, എന്നെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷെ വന്നു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത് തകരാറ് സംഭവിച്ചു മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട്. ആർക്ക് തകരാറ് സംഭവിച്ചു മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട്? മലപ്പുറത്തെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അവകാശം കവർന്നെടുക്കുവാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ടോ? ആർക്ക് സഹായം ചെയ്യാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ഈ സമൂഹത്തിന്റെ, പാവപ്പെട്ട ഒരു സമൂഹത്തിന്റെ സർവോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ഈ നാളത്രയും പരിശ്രമിച്ചു എന്നതല്ലാതെ ബാക്കി പറയുന്ന ആളുകളൊക്കെ എന്താണ് ഈ രാജ്യത്ത് ചെയ്തത്? അബ്ദുൽ നാസർ മാദരി വലിയ വാചകടിച്ച് ജയിലിൽ പോയി കിടക്കുക, സമുദായത്തിന് വല്ല നേട്ടമുണ്ടായോ? SDPI-കാരൻ, NDF-കാരൻ തീവ്രവാദം പറഞ്ഞ് മറ്റുള്ള സമൂഹത്തിനിടയിൽ നിന്നും മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക, സമുദായത്തിന് വല്ല നേട്ടമുണ്ടായോ? ഇന്നലെ ഇവിടെ വലിയ പൊതുയോഗം നടത്തിയ, ഇന്നല്ലെങ്കിൽ നാളെ ലീഗിലേക്ക് എന്ന് നമ്മൾ പറയുന്ന INL-കാരൻ വല്ലതും അവന് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ സഹോദരന്മാർ? എത്ര ആളുകൾ വന്നു, വന്നവരൊക്കെ അതുപോലെ കടന്നുപോയി. മുസ്ലിം ലീഗിന് ബദലായി എത്ര പാർട്ടികൾ വന്നു, എത്ര സമുദായിക രാഷ്ട്രീയ പാർട്ടികൾ വന്നു. ഏതെങ്കിലും ഒരു പാർട്ടി ക്ലച്ച് പിടിച്ചുകൊണ്ട് ഒരു വാർഡിലെങ്കിലും ജയിക്കാൻ പറ്റിയോ? SDPI-ക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുറ്റിപ്പുറത്ത് ഒരു വാർഡിൽ കിട്ടിയത് ഒരു വോട്ടാ. അവന്റെ പെണ്ണുങ്ങളെ വോട്ട് വരെ അവന് കിട്ടിയില്ല. മനസ്സിലാക്കണം നിങ്ങൾ, സമുദായത്തിലുള്ള അംഗീകാര. ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ പാർട്ടി പാടില്ല. ഹുക്കൂമത്തെ ഇലാഹിയാണ് ഇവിടെ വേണ്ടത്. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള നാടാണിത്. ജനാധിപത്യ വ്യവസ്ഥയിൽ പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുത്താൽ ഹറാമാണ് ഒക്കെ വലിയ വിടുവായിത്തം പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിയും മുസ്ലിം ലീഗിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.